പണ്ട് നമ്മള് നാട്ടിലത് ചെയ്തോണ്ടിരുന്ന ചേനയൊക്കെ ചാണാപ്പാലിൽ മുക്കിയിട്ട് പുകയ്ക്കുമായിരുന്നു. ദോഷം ഒഴിവാക്കാനും മുളക്കരുത്ത് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അത് ഒന്ന് വാല്യൂ ആടലാക്കി ചെയ്യുന്നതാണ് ബീജാമൃതം. അതിനകത്ത് വേണ്ടത് നാടൻ പശുവിന്റെ ചാണകം വേണം, നാടൻ പശുവിന്റെ മൂത്രം വേണം, അതോടൊപ്പം തന്നെ അല്പം ചുണ്ണാമ്പ് വേണം, പിന്നെ കുറച്ച് വെള്ളം വേണം, ക്ലോറിൻ കലരാത്ത വെള്ളം വേണം. അളവ് പറഞ്ഞുതരാം. 20 ലിറ്റർ വെള്ളം, 5 കിലോഗ്രാം നാടൻ പശുവിന്റെ ഫ്രഷ് ആയിട്ടുള്ള ചാണകം. ഇന്നത്തെ കിറ്റുവാണ് ഏറ്റവും നല്ലത്. 7 ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ളത് പാടില്ല. നാടൻ പശുവിന്റെ മൂത്രം 5 ലിറ്റർ. അത് പഴകിയതാണ് കൂടുതൽ നല്ലത്. മൂത്രം പഴകിയതും ചാണകം ഫ്രഷുമാണ് നല്ലത്. ഈ ചാണകവും മൂത്രവും നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ അതിനകത്ത് 50 ഗ്രാം ചുണ്ണാമ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് 20 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കുക. ഈ മഴവെള്ളവും വെയിലൊന്നും അടിക്കാത്ത വീഴാത്ത സ്ഥലത്ത് റൂഫിന്റെ കീഴിൽ വെക്കുക. പ്ലാസ്റ്റിക് വീപ്പയില് അത് 12 മണിക്കൂർ ഇത് ചേർത്ത് നന്നായി ഇളക്കുക. 12 മണിക്കൂർ അനക്കാതെ വെക്കുക. അതിനുശേഷം വിത്ത് അതിൽ മുക്കിയെടുക്കുക. ചീരയുടെ വിത്തൊക്കെ ആണെങ്കിൽ തുണിക്കിഴി കിട്ടിയിട്ട് 1 മിനിറ്റ് മുക്കി വെക്കുക. പാവല പടവലൊക്കെ ആണെങ്കിൽ 2-3 മിനിറ്റ് മുക്കാം. പയറൊക്കെ ആണെങ്കിൽ 2 മിനിറ്റ്. തൊലിക്കട്ടി പോലെ കട്ടി കൂടിയത് 3 മിനിറ്റ് മുക്കാം. ചീരയൊക്കെ 1 മിനിറ്റ് മുക്കി വെച്ചാൽ മതി. ഇഞ്ചിയൊക്കെ ആണെങ്കിൽ 5 മിനിറ്റ് മുക്കാം, കുഴപ്പമില്ല. ചേനയൊക്കെ ആണെങ്കിൽ അരമണിക്കൂർ മുക്കിയിടാം, കുഴപ്പമില്ല. അത് നമ്മുടെ യുക്തി പോലെയാണ്. ഇതിനു മുമ്പ് ഈ വിത്തുകളൊക്കെ, പച്ചക്കറി വിത്തുകളൊക്കെ 12 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് മുക്കിയാൽ മതി. ചീര വെള്ളത്തിലിട്ട് മുക്കേണ്ട ഒരു ആവശ്യം, വെള്ളത്തിൽ മുക്കി എടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം പച്ചക്കറി വിത്തുകളൊക്കെ മുളയ്ക്കുന്ന വരെ തുണിക്കിഴിയിൽ കെട്ടിയിടുക. 12 മണിക്കൂറോ 27 മണിക്കൂറോ ഒക്കെ. മുളച്ച് കഴിഞ്ഞിട്ട് നടുവായിരിക്കും നല്ലത്. ഞാൻ ചെയ്യുന്നത് ഈ ഒരു 10 പാൽ വിത്ത് വേണമെങ്കിൽ 20 വിത്ത് മുക്കി കിഴിയിൽ കെട്ടിയിടും. ആദ്യം മുളച്ചു വന്ന 10 വിത്ത് നടുള്ളൂ, 10 വിത്ത് ഉപേക്ഷിക്കും. കാരണം വിത്തിന്റെ കാര്യത്തിൽ ലാഭം നോക്കരുത്. ഏറ്റവും കരുത്തുള്ളത് നമ്മൾ നടുക. 5 കിലോ ചാണകം ആദ്യം കിളുക്കുന്നതാണ് ഏറ്റവും കരുത്തുള്ളത്. അതാണ് നടുന്നത്. ആദ്യം കിളുത്ത് വരുന്ന 10 എടുത്ത് നടുക. വിത്തിന്റെ കാര്യത്തിൽ ലാഭം നോക്കരുത്. പിന്നീട് അടുത്ത തലമുറയിലെ വിത്ത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക. ആ വിത്ത് എടുക്കുമ്പോ ആദ്യം കായ്ക്കുന്ന ഈ പച്ചക്കറികൾ എടുക്കരുത്. ഒരു 2 ആഴ്ചയോട് 20 ദിവസം കഴിഞ്ഞിട്ട് കായ്ക്കുന്നത്. അതില് ഏറ്റവും കരുത്തുള്ളത് നോക്കി വിത്തിനെടുക്കുക. ഉൽപാദനം കുറച്ച് കുറയും വിത്തിനെടുക്കുക. അതായിരിക്കണം വിത്തിന് എടുക്കുക. ഒരു തവണ മാത്രമേ വിത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കാവുള്ളൂ. പിന്നെ സ്വന്തം വിത്ത് നമ്മൾ എടുക്കുക. ബീജാമൃതം ഉണ്ടാക്കണതാണ്. 20 ലിറ്റർ വെള്ളം, 5 ലിറ്റർ മൂത്രം. അത് മാക്സിമം പഴയത് നല്ലത്, പുതിയത് ആക്കാം. 5 കിലോഗ്രാം ചാണകം, അത് ഫ്രഷ് ആണ് നല്ലത്. പരമാവധി 7 ദിവസം പഴക്കം, ഇന്നത്തെ ഏറ്റവും നല്ലത്. 50 ഗ്രാം ചുണ്ണാമ്പ്. ഈ ചുണ്ണാമ്പും ചാണകവും മൂത്രവും കൂടെ ആദ്യം ഒരുമിച്ച് മിക്സ് ആക്കുക. മനസ്സിലായോ? എന്നിട്ട് അത് 20 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർന്നിട്ട് ഇടത്തുനിന്ന് വലത്തോട്ട് നന്നായിട്ട് ഇളക്കുക. ക്ലോക്ക് വൈസ്. ഭൂമി കറങ്ങുന്ന ഇടത്തുനിന്ന് വലത്തോട്ട് പോസിറ്റീവ് എനർജി കിട്ടും. അത് പ്ലാസ്റ്റിക് വീപ്പുകളിൽ വെക്കുക. മഴവെള്ളം വീഴരുത്, വെയിലടിക്കരുത്. ഒരു ചണച്ചാക്കോട്ടോ ഓർക്കിഡിന്റെ നെറ്റോട്ടോ മൂടിയിടുക. 12 മണിക്കൂർ കഴിഞ്ഞ് വിത്ത് മുക്കാം. അത് കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ അത് വിത്ത് മുക്കിയിടണം. അല്ലെങ്കിൽ പുളിപ്പ് വന്നിട്ട് അതിന്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഒറ്റയടിക്ക് തീർന്നു പോകുന്നല്ല. 48 മണിക്കൂറിനുള്ളിൽ ആവശ്യമുള്ള വിത്ത് മുക്കിയെടുക്കണം. തുണിക്കിഴി ഇട്ടിട്ട് മുക്കാം. ഈ നെൽവിത്തൊക്കെ ആണെങ്കിൽ 1 മിനിറ്റ് മുക്കിയാൽ മതി. അത് ഈ ചണച്ചാക്കിനകത്ത് വിത്താക്കിയിട്ട് ആ ചണച്ചാക്കന്നെ ഇറക്കിയാൽ മതി എന്നത്തേക്ക്. അങ്ങനെ നമുക്ക് മുക്കിയെടുക്കാവുന്നതാണ്.
എന്നിട്ട് നെൽവിത്തൊക്കെ ആണെങ്കിൽ ഈ വെള്ളത്തില് 24 മണിക്കൂർ മുക്കി ഇടുമല്ലോ.